ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ബെറിയപ്പാണ്. അപ്പോൾ ഇതാദ്യം കൊണ്ടുവന്നത് ഫ്രൂട്ട്ബേ ആണ്. അവർ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് 4 ഫ്ലേവറിലാണ്: സ്ട്രോബെറി, ബ്ലൂബെറി, ബ്ലാക്ക്ബെറി, റാസ്ബെറി. അപ്പോൾ ഇന്ന് നമ്മൾ ട്രൈ ചെയ്യുന്നത് 2 ഫ്ലേവറാണ്, സ്ട്രോബെറിയും ബ്ലൂബെറിയും. അപ്പോൾ എല്ലാ കൂട്ടുകാരും എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാം. ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടിപ്പുറത്തെ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ബെറിയപ്പ് തയ്യാറാക്കുന്നതായിട്ട് ആദ്യം ഞങ്ങൾക്ക് 1 കപ്പ് ഓട്സ് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഓട്സ് ഇവിടെ നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഓട്സിൻ്റെ ചെറിയൊരു കളർ ചേഞ്ച് വരുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഡ്രൈ നട്ട്സ് ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് റേസിൻസും പിന്നെ ഞാനിവിടെ ആൽമണ്ട് അതുപോലെ തന്നെ കാഷ്യൂസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കാഷ്യൂസും ആൽമണ്ടും ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും ഓട്സിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഈ ബെറിയപ്പ് ഞങ്ങൾക്ക് വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ട് തന്നെ കഴിക്കാം. കാരണം നല്ല ഹെൽത്തിയാണ്, ഓട്സും ഫ്രൂട്ട്സും അതുപോലെ തന്നെ യോഗോട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ 2 ഫ്ലേവറിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ സ്ട്രോബെറി ബ്ലൂബെറിൻ്റെ ക്രഷ് എടുത്തിട്ടുണ്ട്. പിന്നെ സീഡ്ലെസ് മുന്തിരി കട്ട് ചെയ്തത്. ആദ്യം ഞങ്ങൾ മിക്സ് ചെയ്തിട്ടുള്ള ഓട്സ്, ആപ്പിളും അനാറും, വനീല ഐസ്ക്രീം, സ്ട്രോബെറി ഫ്ലേവറുള്ള യോഗേർട്ട്, ബ്ലൂബെറി ഫ്ലേവറുള്ള യോഗേർട്ട്. അപ്പോൾ ഇത് ഞാൻ നാട്ടിൽ നിന്ന് തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. കുറേ പേർക്ക് സംശയം ഉണ്ടാവും ഇത് നാട്ടിൽ അവൈലബിൾ ആണോ എന്ന്. അപ്പോൾ ഞാനിത് കണ്ണൂരിൽ നിന്ന് ഗ്രീൻസ് എന്നാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ഞങ്ങൾക്ക് ഫ്രൂട്ട്സിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ടേസ്റ്റ് അനുസരിച്ചിട്ടുള്ള മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് മിൽക്ക് മെയ്ഡാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞങ്ങൾക്ക് ബെറിയപ്പ് സെറ്റ് ചെയ്യാം. അപ്പോൾ ശരിക്കും ഫ്രൂട്ട്ബേൻ്റെ അവർ സെറ്റ് ചെയ്യുന്നത് ഒരു ഗ്ലാസ്സിലാണ് കേട്ടോ. ഒരു 2 സൈഡ് ഓപ്പൺ ആയിട്ടുള്ള ഒരു ഗ്ലാസ്സാണ്. അപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാനിവിടെ OHP ഷീറ്റ്, നമ്മൾ പുളിമിയപ്പിനൊക്കെ യൂസ് ചെയ്ത OHP ഷീറ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഫസ്റ്റ് ലെയറായിട്ട് ഓട്സിൻ്റെ ആ മിക്സാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം സ്ട്രോബെറീൻ്റെ ബെറിയപ്പ് തയ്യാറാക്കിയതിന് ശേഷം ബ്ലൂബെറീൻ്റെ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് ഞാനിവിടെ സ്ട്രോബെറീൻ്റെ യോഗേർട്ടാണ് ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞങ്ങൾക്ക് കുറച്ച് ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായ സീഡ്ലെസ് മുന്തിരിയും അതുപോലെ തന്നെ മിൽക്ക് മെയ്ഡ് മിക്സ് ചെയ്തിട്ടുണ്ടായ ആപ്പിളും അനാറൊക്കെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഐസ്ക്രീമാണ്. അപ്പോൾ ഇതുപോലെ ലൂസായിരിക്കണം കേട്ടോ ഐസ്ക്രീം. എന്നാൽ മാത്രമാണ് നമ്മൾ പുള്ളയുന്ന സമയത്ത് ഇതിങ്ങനെ ഒലിച്ച് താഴേക്ക് വീഴുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ ഐസ്ക്രീം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതുപോലെ തന്നെ ഞങ്ങൾ ഫസ്റ്റ് ലെയർ സെറ്റ് ചെയ്ത പോലെ തന്നെ ലെയറായിട്ട് നമുക്ക് ബെറിയപ്പ് സെറ്റ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് സ്ട്രോബെറീൻ്റെ ക്രഷ് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് സാധാരണ ബേക്കിംഗ് ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ്. ഒരു ചെറിയ ഒരു ബോക്സിന് 40 റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ വളരെ കുറച്ച് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ ഈ ബെറിയപ്പിന് വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആദ്യമേ ചെയ്ത പോലെ തന്നെ ലെയറായിട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് കോൺഫ്ലാക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഐസ്ക്രീമും, ഏറ്റവും ടോപ്പിൽ ഐസ്ക്രീമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഐസ്ക്രീം ഇങ്ങനെ എന്താ പറയുക, ആ ഒരു കൺസിസ്റ്റൻസി ആയിക്കൊണ്ട് ഇങ്ങനെ നമ്മൾ പുള്ളി ചെയ്യുന്ന സമയത്ത് തന്നെ ഇങ്ങനെ ഒലിച്ച് താഴെ വരും. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് സ്ട്രോബെറീൻ്റെ ക്രഷ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സ്ട്രോബെറി ഫ്ലേവറില്ല ബെറിയപ്പ് ഞാനിവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് ബ്ലൂബെറി ഫ്ലേവറില്ല ബെറിയപ്പ് സെറ്റ് ചെയ്തെടുക്കാം. അപ്പം ഒരു മാറ്റവുമില്ല, ഞങ്ങൾ നേരത്തെ സെറ്റ് ചെയ്ത അതേപോലെ തന്നെയാണ് ഇത് സെറ്റ് ചെയ്യേണ്ടത്. ഒരു ചെറിയൊരു ചേഞ്ച് എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ യോഗേർട്ടിൻ്റെ ഫ്ലേവർ എടുത്തത് സ്ട്രോബെറിയാണ്, ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ബ്ലൂബെറിയാണ്. അത്രേ ചേഞ്ച് ഉള്ളൂ. ബാക്കി ഞങ്ങൾ നേരത്തെ സെറ്റ് ചെയ്ത പോലെ തന്നെയാണ് സെറ്റ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ആദ്യം നമ്മുടെ ഓട്സിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാം. പിന്നെ യോഗേർട്ട് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഫ്രൂട്ട്സും കോൺഫ്ലാക്സും ഒക്കെ ചേർത്ത് നമുക്ക് ഓരോ ലെയറായിട്ട് സെറ്റ് ചെയ്തെടുക്കാം.
അപ്പോൾ ഞാനിവിടെ 2 ഫ്ലേവറുള്ള ബെറിയപ്പും സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞങ്ങൾക്കിത് പുള്ള് ചെയ്ത് നോക്കാം. അതിനു മുമ്പായിട്ട് ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടിപ്പുറത്ത് തന്നെ ലൈക്കുള്ള ഓൾ ഓപ്ഷൻ കൂടെ നിൽക്കണം കേട്ടോ. നമുക്ക് ആദ്യം സ്ട്രോബെറി ബെറിയപ്പം ഒന്ന് പുള്ള് ചെയ്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഒരു ഓട്സിൻ്റെ ഇതും അതുപോലെ തന്നെ ഒരു യോഗേർട്ടിൻ്റെ ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് ബ്ലൂബെറിൻ്റെ ബെറിയപ്പ് കൂടെ ഒന്ന് പുള്ള് ചെയ്ത് നോക്കാം. അപ്പോൾ സ്ട്രോബെറീൻ്റെയും അതുപോലെ തന്നെ ബ്ലൂബെറീൻ്റെയും നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് സ്ട്രോബെറീൻ്റെ ഫ്ലേവറാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ ഒരു ബെറിയപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ അനൂസ് കിച്ചൻ ലാബ് എന്ന അക്കൗണ്ടിലേക്ക് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഐറ്റമിൻ്റെ പിക്കും അതുപോലെ തന്നെ ഫീഡ്ബാക്കും അറിയിക്കാം. ഇനി പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതിലേക്കും സ്റ്റേ ട്യൂൺഡ്. അസ്സലാമു അലൈക്കും.